ഷോൺ ജോർജിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പി സി ജോർജിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അയാളുടെ നിലപാട് വ്യക്തമാക്കും. നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഷോൺ ജോർജും പി സി ജോർജും നിലവിൽ സഭയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്ന വിമർശനമാണ്. അത് BJPയുടെ നിലപാടാണ്. അല്ല, ഞാനിപ്പം ഷോൺ ജോർജിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പി സി ജോർജിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അയാളുടെ നിലപാട് വ്യക്തമാക്കും. പിന്നെ അവരുടേതായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് പാർട്ടി അക്കാര്യത്തെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള രാഷ്ട്രീയ സാഹചര്യം, തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം, അതുപോലെ അടിയൊഴുക്കുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സമഗ്രമായ ചർച്ച പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിലിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഓരോ ആൾക്കും അവരുടേതായ അനുഭവത്തിൽ അവരുടെ മണ്ഡലത്തിലെ അനുഭവം, ജില്ലയിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ചില പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ സമഗ്രമായിട്ട് ചർച്ച നടത്തും. ഇപ്പോൾ പൂഞ്ഞാറിലും പാലയിലും തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരം പ്രതികരണം വരുന്നത്. അവരോടെന്താ മറുപടി? ഇപ്പോൾ ജയവും തോൽവിയും ഒക്കെ പിന്നെ ഈ മെയ് 4-ാം തീയതി വോട്ട് എണ്ണിയതിന് ശേഷം പറയാം. ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ജ്യോതിഷക്കാരൊന്നുമല്ലല്ലോ. പക്ഷേ ഞങ്ങളെ പ്രതീക്ഷ, വിശ്വാസം പൂജാറും അതുപോലെ പാലയും ഉൾപ്പെടെ കേരളത്തിലെ നിരവധി നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ NDA വിജയിക്കും. അക്കൂട്ടത്തിൽ എൻ്റെ മണ്ഡലമായ കാട്ടാക്കടയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. FCRA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയ്ക്ക് ഇപ്പോൾ വീണ്ടും ഒരു ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ പി സി ജോർജിൻ്റെ അടക്കം വിമർശനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശങ്ക പരിഹരിക്കാനുള്ള നീക്കം അതുണ്ടാകും. സ്വാഭാവികമായിട്ടും FCRA എന്നുള്ളത് ഒരു മതങ്ങൾക്കോ ഒരു വിഭാഗത്തിനോ എതിരല്ല. സഭ എന്നുള്ള നിലക്ക് ആശങ്കയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ബന്ധപ്പെട്ട നമ്മുടെ ഭരണകൂടത്തിന് മുമ്പിൽ അവർ ആശങ്ക അവതരിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികം പരിഗണിക്കുകയും ചെയ്യും.